നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ 2024 ജനുവരി ക്ലാസ് 6ൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ മോഡൽ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയിൽ പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയിട്ട് പോവുക. ഈ ഒരു രീതിയിലായിരിക്കും മോഡൽ വരുന്നത്. ഒന്നാമത്തെ ഗതിവിധി ഖണ്ഡ് പഠേ ഓർ പ്രശ്നോं के उत्तर लिखे. हिंदी दिवस हर वर्ष 14 सितंबर को मनाते हैं. ഹിന്ദി ദിവസ് എല്ലാ വർഷവും സെപ്റ്റംബർ 14 ആഘോഷിക്കുന്നത്. ഹിന്ദി को 14 सितंबर 1949 को भारत की राजभाषा के रूप में मान्यता मिली. 1949 സെപ്റ്റംബർ 14 ഭാരതത്തിലെ രാജഭാഷ എന്ന രൂപത്തിൽ ഇത് അംഗീകരിച്ചത്. ഇസ്കി ലിപി ദേവനാഗരി है. ഇതിൻ്റെ ലിപി ദേവനാഗരിയാണ്. हिंदी भारत में सबसे अधिक लोगों के द्वारा बोली और समझी जाने वाली ഭാഷ है. ഹിന്ദി ഭാരതത്തിലെ അധികം ആളുകൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു ഭാഷയാണ്, ആശയവിനിമയം നടത്തുന്നൊരു ഭാഷയാണ്. ഭാരത് की एकता के लिए हिंदी अनिवार्य है. ഭാരതത്തിൻ്റെ ഐക്യം നിലനിർത്താൻ ഹിന്ദി അത്യാവശ്യം. അപ്പോൾ ഹിന്ദി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഭാരത് में सबसे अधिक लोगों द्वारा बोली जाने वाली ഭാഷ कौन सी है? ഏതാണ്? ഹിന്ദിയാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ കോളത്തിൻ്റെ അകത്തുള്ള ആൻസർ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ എഴുതാൻ പറ്റും. രണ്ടാമത്തത് ഹം ഹിന്ദി ദിവസ് കബ് മനാത്തെ ഹെ. നമ്മൾ എപ്പോഴാണ് ഹിന്ദി ദിവസം ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 14. ഹിന്ദി കോ രാജഭാഷാക്കി മാന്യത കബ് പ്രാപ്ത് ഹുയി. എന്നാണ് കിട്ടിയത്? സെപ്റ്റംബർ 14, 1949. 14 സിതംബർ 1949. ഹിന്ദി ഭാഷാക്കി ലിപി കോൺസി ഹെ. ഹിന്ദി ഭാഷയുടെ ലിപി ഏതാണ്? ദേവനാഗരി. ഭാരത് की देश के लिए हिंदी अनिवार्य है. ഭാരതത്തിൻ്റെ ഏകത ഐക്യത്തിന് വേണ്ടി ഹിന്ദി ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഗതിവിധി 1 ചോദിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ഗതിവിധി മുർച്ചായ ഫൂൽ കവിതാക്കി പങ്ക്തിയാം പടേ ഓർ പ്രശ്നോं के उत्तर लिखे. യഹ മുർച്ചായ ഹുവ ഫൂൽ ഹെ. ഇത് കൊഴിഞ്ഞുപോയ പൂവാണ്. ഇസ്കാ ഹൃദയ ദുഃഖാന മത്. ഇതിനെന്ത് ചെയ്യരുത്? വേദനിപ്പിക്കരുത്. സ്വയം ബിഖർനെ വാലി ഉസ്കി പങ്കുടിയ ബിഖർനാമത്. അതിങ്ങനെ കൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് നിങ്ങളെന്ത് ചെയ്യുക? അതിൻ്റെ പൂമ്പൊടിയൊന്നും എന്ത് ചെയ്ത് ഇല്ലാതാക്കരുത്. ഗുസരോ അഗർ പാസേ ഇസ്കെ. നിങ്ങൾ ഇതിൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇസേ ചോട്ട് പൗഞ്ചാനാമത്. ഇതിനെന്ത് ചെയ്യരുത്? നിങ്ങൾ ശല്യം ചെയ്യരുത്, മുറിവേൽപ്പിക്കരുത്. ജീവൻ കി അന്തിമ കടിയാമേ ദേഖോ ഇസേ രുലാനാമത്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. ഇനി ആ അവസാന നിമിഷത്തിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് അതിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ പൂവ് വിടർന്ന സമയത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ പൂവ് വാടി അതിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് കൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കൊഴിഞ്ഞു പോയ പൂവിനെ നിങ്ങൾ എന്ത് ചെയ്ത് വേദനിപ്പിക്കില്ലെന്നാണ് കവി ഇവിടെ പറയുന്നത്. യഹ മുർച്ചായ ഫൂൽ കിസ്കാ പ്രതീക. എന്തിൻ്റെ പ്രതീകമാണ്? അസഹായി ഓർ ദീന ദുഃഖിയോങ്കോ. അടുത്ത് സഹി മിലാനാണ്. ആ വരിയിൽ നിന്ന് നോക്കി വേണം സഹി മിലാൻ എഴുതേണ്ടത്. ചോട്ടിൽ വരുന്നത് പഹുഞ്ചാനാമത്ത്, ഹൃദയ ദുഃഖാനാമത്ത്, അന്തിമ ഘടിയ രുലാനാമത്ത്, പങ്കുടിയ ബിഖരാനാമത്ത്. അടുത്ത ഗതിവിധി 3. കവിതാംശസെ തുക്ക് വാലെ ശബ്ദ ചുരുക്കർ ലിഖെ. ഹൈരാനി, ദാനി ഇതുപോലത്തെ വാക്കുകൾ ഈ വരിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. പ്യാസി ചിടിയ പ്യാസി ഗയ്യ, ഖാലി ഹേ സബ് താൾ തലയ്യ, സൂഖെ ഘാട്ട് പടി ഹേ നയ്യ, ഹുയി മച്ലിയോ കോ ഹൈരാനി, ബാദൽ ദാനി ബാദൽ ദാനി. അപ്പോൾ അതിൽ വരുന്ന തുക്കുവാല ശബ്ദങ്ങൾ എഴുതുക. അടുത്ത പ്രകൃതിക്ക് സംരക്ഷണം करने वाले एक പോസ്റ്റർ. പ്രകൃതി സംരക്ഷണം വരുന്ന ഒരു പോസ്റ്റർ. പ്രകൃതി ഹമാര വരദാൻ ഹേ. പ്രകൃതി ബച്ചാവോ ജീവൻ ബച്ചാവോ. പ്രകൃതി കാ സംരക്ഷണം കർണ ഹമാര കർത്തവ്യ ഹേ എന്ന് പറഞ്ഞ് എഴുതാം. ഇത് പ്രകൃതിയുടെ ഒരു മരത്തിൻ്റെ ഒരു പടമൊക്കെ കൊടുത്തു കൊടുക്കാം. അടുത്ത 4. മേ തുംസെ ഉത്തന പ്യാർ കർത്തി ഹോ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അമ്മ. അല്ലേ? ഉല്ലു പറയണ അമ്മ, ഞാൻ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നു. അമ്മാനെ നൻഹെ ഉല്ലു കോ ടാപ് ലിയ, തും കിത്തനെ കാർഗലെ ലഗ് ലോഗി മുझे നൻഹെ ഉല്ലുവിനെ പൂച്ച ബഹുത്ത് ബേർ. അപ്പോൾ അമ്മ ചോദിക്കണം, നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? ഒരുപാട് ഇഷ്ടമുണ്ട്. അമ്മാനെ ഫിർ ഉസേ ഗലേസെ ലഗാ ലിയ, കിത്തനെ ബാർ. നീ എത്ര തവണ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്? നൻഹെ ഉല്ലുവിനെ പൂന്തത്തെ ഹുയെ പൂച്ച, ജിത്തനെ ലഹരോ ഹേ സമുദ്ര മേ, ജിത്തനെ താരേ ഹേ ആസ്മാൻ മേ ഉത്തരീ ബാർ. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ സമുദ്രത്തിലെ തിരമാലകളെ പോലെ ഒരുപാട് തവണ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അമ്മയെ. അപ്പോൾ അമ്മയും അമ്മയുടെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം. അടുത്ത് വരുന്നത് ഗതിവിധി 5.
ചിത്രം നോക്കിയിട്ട് ചിത്ര ദേഖെ और प्रश्न के उत्तर लिखे. चित्र में लड़की के हाथ में क्या है? ചിത്രത്തിൽ പെൺകുട്ടിയുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നൻഹി ചിടിയാണോ, അണ്ടയാണോ, ഹോംസലയാണോ, പത്തയാണോ? അടുത്ത ചിത്രയ്ക്ക് ആധാർ पर വിവരണ തയ്യാർ കരെ. ഈ ചിത്രം വെച്ചൊരു വിവരണം എഴുതുക. അടുത്ത ഗതിവിധി 6. ചിത്ര में लड़की के हाथ में क्या है? ചിത്ര के आधार पर വിവരണ തയ്യാർ കരെ. ഇനി ആ പടങ്ങളൊക്കെ നോക്കിയിട്ട് അതെഴുതുക. ഇതെന്താണ്? താരെ, ഹിരണ്, മേഘ്, ഉല്ലു, ബന്ദർ. അപ്പോൾ ഇത്രയാണ് സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ചോദ്യപേപ്പർ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിലുള്ളതേ ചോദിക്കത്തുള്ളൂ, വേറൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ സുഗമ ഹിന്ദിക്ക് വരുന്ന അതേ രീതിയിലാണ് ആനുവൽ എക്സാമിനും വരുന്നത്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.